പാരീസിലെ നോത്രദാം കത്തീഡ്രൽ വീണ്ടും തുറക്കുന്നു. 5.5 വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പള്ളി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. 850 വർഷം പഴക്കമുള്ള കത്തീഡ്രലിന്റെ അൾത്താരയ്ക്കുൾപ്പെടെ 2019 തീപിടുത്തത്തിൽ കേടുപാടുകളുണ്ടായിരുന്നു. പുതുക്കിപ്പണിത കത്തീഡ്രലിന്റെ ഉൾവശത്തിന്റെ ദൃശ്യങ്ങൾ ഫ്രാൻസ് പുറത്തുവിട്ടു. 5.5 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വരുന്ന ഡിസംബർ 7-ന് പാരീസിലെ നോത്രദാം കത്തീഡ്രൽ സന്ദർശകർക്കായി വാതിൽ തുറക്കും. പ്രവേശനത്തിന് ഒരാഴ്ച ശേഷിക്കവേ കത്തീഡ്രൽ സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നവീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. 2019 തീപിടുത്തത്തിൽ വലിയ കേടുപാടുകളുണ്ടായ പള്ളിയുടെ പുനരുദ്ധാരണത്തിൽ 250ഓളം കമ്പനികളാണ് പ്രവർത്തിച്ചത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കത്തീഡ്രൽ പഴയ മാതൃകയിൽ തന്നെയാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അൾത്താരയോട് ചേർക്കപ്പെട്ട 1.5 ടൺ ഭാരമുള്ള കുരിശുരൂപം 1000 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിലാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത്. 5.5 വർഷം നീണ്ട പുനരുദ്ധാരണത്തിന് 750 ദശലക്ഷം യൂറോയിലധികമാണ് ചെലവ് വന്നത്. അതേസമയം 150 രാജ്യങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിച്ച 846 ദശലക്ഷം യൂറോയിൽ ഇനിയും ഫണ്ട് ബാക്കിയാണ്. 2019 ഏപ്രിൽ 15-നാണ് പാരീസിലെ പ്രധാന പൈതൃക കേന്ദ്രങ്ങളിലൊന്നായ നോത്രദാം കത്തീഡ്രൽ അഗ്നിക്കിരയായത്. മേൽക്കൂരയിലെ കാളിക്കയറിയ തീയിൽ കത്തീഡ്രലിന്റെ മിനാരം നിലം പതിച്ചു. അൾത്താരയുൾപ്പെടെ പള്ളിയുടെ ഉൾഭാഗത്തും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. തകരാതെ പിടിച്ചുനിന്ന പ്രധാന മണിഗോപുരങ്ങളാണ് കത്തീഡ്രലിന്റെ മുൻഭാഗം പൂർണ്ണമായി നിലം പതിക്കാതെ കാത്തത്. 5.5 വർഷമായി അന്വേഷണം നടക്കുന്ന സംഭവത്തിൽ ഇതുവരെയും വ്യക്തമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടോ സന്ദർശകരുപേക്ഷിച്ച സിഗരറ്റിൽ നിന്നുണ്ടായ തീപ്പൊരിയോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് അപകടത്തിനു മുൻപ് കത്തീഡ്രലിനുണ്ടായിരുന്നത്. വീണ്ടും സന്ദർശകർക്കായി തുറന്നുകൊടുക്കുമ്പോൾ കത്തീഡ്രലിലേക്കുള്ള പ്രവേശനത്തിന് ഫീസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഫ്രഞ്ച് സർക്കാർ ആലോചന നടത്തിയെങ്കിലും സഭയുടെ എതിർപ്പിനെ തുടർന്ന് നീക്കത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പ്രവേശന ദിവസത്തെ ക്ഷണിതാക്കളുടെ പട്ടിക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലോക നേതാക്കളുടെ അടക്കം സാന്നിധ്യമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നിർമ്മാണത്തിൽ പങ്കാളികളായ 2000ഓളം പേർക്ക് പ്രത്യേക ക്ഷണമുണ്ട്. ഡിസംബർ 8-ന് പുതിയ അൾത്താരയിൽ കുർബാനയും കൂദാശയും നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.